സാറിന്റെ ഒരു പടം നാളെ ഇറങ്ങുന്നുണ്ടല്ലേ? വെക്കടാ വെടി സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഒരു രക്ഷയില്ല, അടിപൊളി പടം. ഓണം തൂക്ക്. സൂപ്പർ ഹിറ്റ് അണ്ണാ, നമ്മ സാറിനോട് പുതുപ്പടം വെക്കടപടി ഹിറ്റ് സൂപ്പർ ഹിറ്റ്. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട, പിന്നെ ഫാമിലി ഇറങ്ങണം, എന്നാലേ ലോങ് റൺ കിട്ടും. നമുക്കൊരു സംതൃപ്തി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പടം കിടിലനായിട്ടുണ്ട്. പ്രേമലുവിന്റെ ഒക്കെ ടീം തന്നെ എല്ലാരും കിടിലും. ന്യൂമ്പോളി ബെസ്റ്റ് ഇപ്രാവശ്യത്തെ ഓണം ന്യൂമ്പോളി തൂക്കി. സൂപ്പർ ഹിറ്റ്. പേടിക്കണ്ട, ഞാൻ മാഡം സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. ഒന്നും പറയാനില്ല, കിടുക്കിട് പടം അടിപൊളി. കോമഡി ഫാമിലി പടം അടിപൊളി. ഇപ്രാവശ്യത്തെ ഓണം ന്യൂമ്പോളി കൊണ്ടുപോയി കേട്ടോ, അടിപൊളി. സത്യം പറ ബാബു, വെക്കടാ വെടി നല്ല പടമാണോ? അയ്യോ എന്റെ മാഡം സാറ് കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. കിടിലനാണ്, അടിപൊളിയാണ്. നല്ല ചിരിക്കാം, നല്ല ഫാമിലി എന്റർടൈനർ ആണ്. അടിപൊളി. സെക്കൻഡ് ഹാഫ് എന്താവും എന്നുള്ള ഇതിലാണ്. സാറേ, ഞങ്ങൾ ഫാൻസുകാർ പറയാണെന്ന് വിചാരിക്കണ്ട, സെക്കൻഡ് ഹാഫിൽ ഒരു 4 സീനുണ്ട്. അറിഞ്ഞു പിടിച്ചിരിക്കുക. അടിപൊളി പടം. പ്രൈമലുവിന് ശേഷം അതേ വൈബിൽ കിടിലം പടം. ഫുൾ ടൈം എന്റർടൈൻ. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞ് തുളുമ്പി പണ്ടാരടങ്ങി വന്നാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അതെ, ചാടി ഡൈവ് ചെയ്ത് ഇറങ്ങിയ ഒരു നിൽപ്പുണ്ടല്ലോ, സത്യം സാർ കോരി കോരി തരിച്ചു പോയി. ബെത്ലഹേം ഫാമിലി യൂണിറ്റ് കണ്ടു. അല്ല, നിവിൻ പോളിയുടെ കഥാപാത്രവും എൻ്റെ കഥാപാത്രവും എൻ്റെ ഒരു കഥാപാത്രമല്ല, എൻ്റെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണല്ലോ. ഒന്ന് പോടും. സത്യമായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ പോയി ഇത്രയും ചിരിച്ച ഒരു പടം വേറെ ഇല്ല. ഖലീഫേന പാതാളത്തിൽ ചവിട്ടി താത്തിട്ട് നിവിൻ പോളി എന്ന മാവേലി ഓണം തൂക്കിയിട്ടാണ്. ബ്ലോക്ക് ബസ്റ്റർ കിടിലം പടം. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ കിടില സാധനം, പ്രാമിലോ കണക്ക് കിടില സാധനം. അതിന്റെ ഡയറക്ടറല്ലേ ചെയ്തിരിക്കണത്. അങ്ങനെ യാതൊരു പഴമാണ് പൊട്ടിയിരിക്കണത്. കിടിലം തണ്ണീർ മൊത്തം കണക്ക് കിടില സാധനം. അറിയാതെടുത്തപ്പോ എന്തൊരു നവരസം. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. അവന് ബുദ്ധിയുണ്ട്. പടം കണ്ടിട്ട് നമ്മൾ ഏറ്റവും സുഹൃത്തിലേക്ക് വിളിച്ച് പറയത്തില്ലേ, എടാ കളിയാ സൂപ്പർ പടം. ലൈക്ക് ഞാൻ അതുപോലെ വിളിച്ച് പറഞ്ഞു, എടാ പോയി കാണാ കിടിലം പടം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ച് പറയാറില്ല. കലക്കിയടാ, നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധനം. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. ഗിരീഷ് ഷെഡി വണ്ടർ. സച്ച് ആൻഡ് എന്റർടൈൻമെന്റ്. അതായത് 2 മണിക്കൂർ 37 മിനിറ്റ് ഗിരീഷ് ഷെഡിയുടെ ഈ ഒരു കുടുംബ യൂണിറ്റ്, ഈ ഒരു വേൾഡിനകത്തേക്ക് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. ഇത് സരോജ് കുമാറിന്റെ 2ാം വരവായി കണക്കാക്കാമോ? താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. അർത്ഥവത്തായ ചില മൂളലുകൾ പോലും നമ്മെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം എഴുത്തുകാരന്റെയും സംവിധായകന്റെയും സൃഷ്ടികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ കരുതാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വിനയപൂർവ്വം അറിയിച്ചുകൊള്ളു.